ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് തൃശ്ശൂർ നഗരി കിടക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ശാന്തതയും സ്വച്ഛതയും ഒന്നുമല്ല, കുറച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങ് കൊടുമ്പരി കൊള്ളുന്ന പൂരാവേശത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മധുവേട്ടനുണ്ട്, എൻ്റെ ഒപ്പം ശ്രീധരനുണ്ട്. അപ്പോൾ ലിഷോയ് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. മന്ത്രി തന്നെ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷമായ കാര്യങ്ങൾ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നിമിഷങ്ങൾ മുതൽ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് ശ്രീധരൻ ഒന്ന് പറയില്ല. മധുവേട്ടാ, ശ്രീധരൻ. ഇപ്പോൾ രാവിലെ ആദ്യം കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് തുടങ്ങി. ദേവഗുരു ആയിട്ടുള്ള ബൃഹസ്പതി സങ്കല്പത്തിലാണ് കണിമംഗലം ശാസ്താവ് എന്നുള്ള സങ്കല്പം തന്നെ ദേശത്തിൻ്റെ രക്ഷകരായിട്ടുള്ള ഒരു സങ്കല്പമാണ്. തൃശ്ശൂർ പൂരത്തിൽ നോക്കിയാൽ 2 ശാസ്താക്കന്മാരും 6 ഭഗവതിമാരും. അപ്പോൾ ഈ പൂരത്തിൻ്റെ മൊത്തം രക്ഷക സ്ഥാനത്ത് വടക്കുന്നാഥനുണ്ട്, ഒപ്പം ഒരു സബ് കോൺട്രാക്ട് എന്ന രീതിയിൽ നമുക്ക് ശാസ്താക്കന്മാരെയും കാണാം. ഈ 2 ശാസ്താക്കന്മാരും ഉണ്ട്. പനമുക്കമ്പള്ളി ശാസ്താവ്, കണിമംഗല ശാസ്താവ്. ഇതിൽ ആദ്യം എത്തുന്ന കണിമംഗല ശാസ്താവാണ്. അതിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. തെക്കേ ഗോപുരം കടന്ന് നമ്മളെല്ലാവരും തെക്കോട്ട് ഇറക്കമാണ്. ശാസ്താവിന്, കണിമംഗല ശാസ്താവിന് തെക്കോട്ട് കയറ്റമാണ്. ശാസ്താവ് അകത്ത് കയറുന്നു. എല്ലാവരും വടക്കുന്നാഥനെ വണങ്ങി പ്രദക്ഷിണം വെച്ചൊക്കെയാണ് വരിക. പക്ഷേ ശാസ്താവ് ഗുരുസ്ഥാനത്തായതിനാൽ തന്നെ ആ ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ശാസ്താവ് നേരെ തെക്കേ ഗോപുരം കടന്ന് ഈ പടിഞ്ഞാറേ ഗോപുരത്തേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് വല്ലാത്ത മേളപ്രപഞ്ചമായിരിക്കും, താളലോകമായിരിക്കും. അതായത് തൃശ്ശൂർ പൂരത്തിന് തുടക്കം ഇടുന്നത്, ഇന്നലെ പൂരവിളംബരമാണെങ്കിൽ പൂരനാളിലെ ഒരു മേളക്കൊഴുപ്പിന് തുടക്കമിടുന്നത് കണിമംഗലം ശാസ്താവാണ്. 9 ആനപ്പുറത്താണ് ശാസ്താവ് എഴുന്നള്ളത്. തൊട്ടപ്പുറത്തുള്ള കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് 5 ആനയായിട്ട് പൂരമായിട്ട് വന്ന് റൗണ്ടിലേക്ക് കയറുമ്പോഴേക്കും 9 ആന പൂരമായി. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ റൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തും പൂരമായിരിക്കും. കിഴക്കോട്ട് നോക്കിയാൽ ചെമ്പുക്കാവ് ഭഗവതിയും പനമുക്കമ്പള്ളി ശാസ്താവും വരും. പടിഞ്ഞാട്ട് നോക്കിയാൽ ലാലൂർ ഭഗവതി, അയ്യന്തോൾ ഭഗവതി, ചൂരക്കോട്ടയാവ് ഭഗവതി, ഇങ്ങനെ ഭഗവതിമാരുടെ വരും. ആ ഭാഗത്ത് തെക്കോട്ട് നോക്കിയാൽ കാരമുക്ക് ഭഗവതി വരും. ഏറ്റവും ഒടുവിലാണ് പൂരവിളംബരം നടത്തിയ നെയ്തലക്കാവിലമ്മ വരിക. അതിന് ഏറ്റവും പ്രധാനമുണ്ട്. ഇത്തവണ വീണ്ടും ഗ്ലാമർ ഐറ്റമായിട്ട് തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ തന്നെ വരുന്നു. രാമേന്ദ്രൻ എഴുന്നള്ളിക്കുന്നു. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ തെച്ചിക്കോട്ടാവിലും അതുപോലെ തന്നെ പേരാമംഗലത്തുള്ള കുറ്റൂരുള്ള നെയ്തലക്കാവിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം രാവിലെ 7:30 കൂടി മഠത്തിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും. തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത് നടക്കും. ഏതായാലും അതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വഴിയിൽ നിറപറയും നിലവിളക്കുമൊക്കെയായിട്ട് ദേശവാസികളെല്ലാം ഈ ഭഗവതിയെ എതിരേറ്റ് ഭഗവതി തട്ടകത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഭഗവതിക്ക് വേണ്ടിയുള്ള വലിയൊരു ആദരം, ഒരു യാത്രയപ്പൊക്കെ നൽകും. ബ്രഹ്മസ്വം മഠത്തിലേക്കാണ് ഭഗവതിയുടെ എഴുന്നള്ളത്തുള്ളത്. അതിന് പ്രധാന കാരണം, പണ്ട് കാലത്ത് തൃശ്ശൂർ പൂരം തുടങ്ങുമ്പോൾ ഈ തിരുവമ്പാടി വിഭാഗത്തിന് തലേക്കെട്ട്, സ്വർണ്ണ തലേക്കെട്ടില്ല. അപ്പോൾ അത് നൽകുന്നത് ബ്രഹ്മസ്വം മഠത്തിലെ മൂപ്പിൽ സ്വാമിയാരാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു, ഭഗവതി ബ്രഹ്മസ്വം മഠത്തിലേക്ക് എഴുന്നള്ളണം, അവിടെ ഞങ്ങളുടെ പൂജ സ്വീകരിക്കണം, വേദോച്ചാരണങ്ങൾ സ്വീകരിക്കണം, വേദ അർച്ചനകൾ സ്വീകരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ആർക്കും നിർദോഷമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അങ്ങനെയാണ് ബ്രഹ്മസ്വം മഠത്തിൽ ഇറക്കി പൂജയും. അതിനുശേഷം ഏതാണ്ട് 11 മണിയോട് കൂടി തന്നെ പഞ്ചവാദ്യത്തിന് കാലമിടും. പല്ലാവൂർ പെരുമയിലും അന്നമനടത്രയൊക്കെ പയറ്റിത്തെളിഞ്ഞ ആ മഠത്തിലെ മുറ്റത്ത്, അല്ലെങ്കിൽ ആ മഠത്തിന് മുന്നിൽ കോങ്ങാടൻ പെരുമയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത്. അങ്ങനെ കോങ്ങാട് മധുവാശാന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം കരിയുണ്ട്, കരിയന്നൂർ നാരായണ നമ്പൂതിരിയുണ്ട്. അങ്ങനെ ഒരു പിടി മികച്ച കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് അവിടെ പഞ്ചവാദ്യത്തിന്റെ, നമ്മൾ ഇന്നലെ മധുവണ്ടത്തോട് പഞ്ചവാദ്യത്തിന്റെ പാൽനിലാവൊഴുകുന്ന നടവഴി എന്നൊക്കെ മഠത്തിൽ വരവിന് നമ്മൾ പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിയോട് കൂടി തന്നെ തിരുവമ്പാടിയുടെ ഈ പഞ്ചവാദ്യം സ്വരാജ് റൗണ്ടിലേക്ക് കയറി നായ്ക്കനാലിലെത്തുമ്പോൾ പാണ്ഡിമേളമായി ഏതാണ്ട് ഒരു 3 മണിയോട് കൂടി തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തും. ഈ സമയത്ത് 12 മണിയോട് കൂടിയാണ് പാറമേക്കാവിൻ്റെ ചടങ്ങുകൾ. പാറമേക്കാവിന് രാവിലെ മറ്റു ചടങ്ങുകളൊന്നുമില്ല, അവിടെ നിത്യ ആറാട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്ത് 12 മണിയോടെ പുറത്തേക്ക് എഴുന്നള്ളും. ചെമ്പട കൊട്ടിയാണ് എഴുന്നള്ളുന്നത്. അത് നടപ്പാണ്ടിയിലേക്ക് മാറും. ഈ തെക്കിങ്കാട് മൈതാനത്തേക്ക് കയറും. കിഴക്കേ ഗോപുരം വഴി അകത്ത് കയറി ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ പടിഞ്ഞാറേ ഗോപുരത്തോട് ചേർന്നുള്ള ഇലഞ്ഞിച്ചോട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഇലഞ്ഞിത്തറ മേളം, കിഴക്കൂട്ടനിയന്മാരും സംഘവും ദിവസങ്ങൾക്ക് മുൻപേ അതിന് തയ്യാറായിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു 12 മണിക്ക് തുടങ്ങുന്ന മേളം അവസാനിക്കുന്നത് 4:30-ക്കാണ്. അതാണ് ഇതുവരെയുള്ള മേള വിശേഷം. പിന്നെ അങ്ങോട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്ന കുടമാറ്റം. ഇപ്പോൾ